Welcome back, dear students. Good morning to all of you. I hope you all are safe and healthy. Today we will have our second class on C++ programming. Please see the slides. Data types. These are means to identify the type of data and associated operations handling these data. Data types are classified into fundamental and user-defined data types. First, fundamental data types represent atomic values and they include int, char, float, double and void. നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സിനെ കുറിച്ചിട്ടാണ്. ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് 5 എണ്ണാണുള്ളത്. ദാറ്റ് ഈസ് ഇൻറ്റ്, കാർ, ഫ്ലോട്ട്, ഡബിൾ ആൻഡ് വോയിഡ്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻറ്റ് ഡാറ്റ ടൈപ്പ്. Integers are whole numbers such as 5, 39, minus 19, 17, etc. They have no fractional parts. അതായത് ഇൻറ്റ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇൻറ്റീജേഴ്സ് നമ്പേഴ്സിനെയാണ്. ഇൻറ്റീജേഴ്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാക്ഷണൽ പാർട്ട് ഇല്ലാത്ത നമ്പേഴ്സിനെയാണ് നമ്മൾ ഇൻറ്റീജർ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് 5, 39 ഇങ്ങനെയുള്ള നമ്പേഴ്സിന്. Integers are represented in C++ by int data type. int data type വെച്ചിട്ടാണ് നമ്മൾ ഇൻറ്റീജേഴ്സിനെ പ്രോഗ്രാമിങ്ങിൽ യൂസ് ചെയ്യുന്നത്, റെപ്രസെൻ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഇൻറ്റ് എ. പ്രോഗ്രാമിൽ നിങ്ങൾ ഇങ്ങനൊരു ഡിക്ലറേഷൻ കൊടുക്കുകയാണ്, അതായത് ഇൻറ്റ് എ എന്ന് കൊടുക്കുന്നു. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? എക്ക് വേണ്ടിയിട്ട് 4 bytes മെമ്മറി സ്പേസ് നമുക്ക് കിട്ടുന്നു. ആ കിട്ടിയ മെമ്മറി സ്പേസിൽ നമുക്ക് നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതായത് ഇൻറ്റീജർ നമ്പേഴ്സ് നമുക്കതിൽ സ്റ്റോർ ചെയ്യാം. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ ഇൻറ്റ് എ. ആ എ എന്ന് പറയുന്നത് ഐഡൻറ്റിഫയർ അല്ലെങ്കിൽ ആ വേരിയബിളിൽ 4 bytes അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് പ്രോഗ്രാമിൽ ഇങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ സ്പേസിൽ നമുക്ക് ഇൻറ്റീജർ നമ്പേഴ്സ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നു. ദാറ്റ് ഈസ് ഇൻറ്റ് ഡാറ്റ ടൈപ്പ്. നെക്സ്റ്റ്, char data type or char data type. An identifier declared as char becomes a character variable. That is, ക്യാരക്ടേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പാണ് കാർ. ഇപ്പോൾ ഇവിടെ കാർ ബി എന്ന് നമ്മൾ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ബിക്ക് വേണ്ടിയിട്ട് 1 byte സ്പേസ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നു. ദെൻ നമുക്ക് ആ സ്പേസിൻ്റെ ഉള്ളിൽ നമുക്ക് ക്യാരക്ടേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. നമുക്കൊരു പ്രോഗ്രാമിങ്ങിൽ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യേണ്ട ആവശ്യം വരാം, ക്യാരക്ടേഴ്സിൻ്റെ ആവശ്യം വരാം, ഇതൊക്കെ നമുക്ക് ആവശ്യം വരാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് മെമ്മറി സ്പേസ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഡാറ്റ ടൈപ്സ് വെച്ചിട്ട് വേണം ഇതെല്ലാം ഡിക്ലെയർ ചെയ്യാൻ. ഇപ്പം ഇൻറ്റ് വെച്ച് നിങ്ങൾ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ വേരിയബിൾ അങ്ങനെ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ അതിനുള്ളിൽ നമുക്ക് നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാം. നിങ്ങൾ ക്യാരക്ടർ വെച്ചിട്ടാണ് ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ നമുക്കതിൽ ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നു. അതാണ് data type. Next data type, float data type. A number having fractional part is a floating point number. For example, 3.14 is a floating point number. That is, പോയിന്റ് വരുന്ന തരം നമ്പേഴ്സ്, ഫ്രാക്ഷണൽ പാർട്ട് വരുന്ന തരം നമ്പേഴ്സിനെ നമുക്ക് പ്രോഗ്രാമിൽ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യണം? ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യണം. ഇപ്പോൾ എക്സാമ്പിൾ ഫ്ലോട്ട് എഫ് എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് വിചാരിക്കും. അപ്പോൾ എഫിന് വേണ്ടി ആ മെമ്മറി ആ പ്രോഗ്രാമിൽ നമ്മൾ ഫ്ലോട്ട് എഫിന് വേണ്ടിയിട്ട് 4 bytes അലോക്കേറ്റ് ചെയ്ത് തരും. ആ സിസ്റ്റത്തിൽ ഏത് സിസ്റ്റത്തിലാണോ നിങ്ങൾ പ്രോഗ്രാം ചെയ്യുന്നത് ആ സിസ്റ്റത്തിലെ മെമ്മറി നിന്ന് 4 bytes നിങ്ങൾക്ക് എഫിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്ത് തരുന്നു. സോ നിങ്ങൾക്ക് ഈ പറയുന്ന മെമ്മറി സ്പേസിനുള്ളിൽ നമുക്ക് അലോക്കേറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ള ആ മെമ്മറി സ്പേസിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം? ഫ്രാക്ഷണൽ പാർട്ടുള്ള നമ്പേഴ്സിനെ നമുക്ക് അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. സോ അങ്ങനത്തെ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ്. നെക്സ്റ്റ്, ഡബിൾ ഡാറ്റ ടൈപ്പ്. Double also used for floating point numbers. It occupies twice as much memory as type float. അതായത് ഡബിൾ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് പ്രോഗ്രാമിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ
അതിനുവേണ്ടി അലോക്കേറ്റ് ചെയ്തിട്ടുള്ള വേരിയബിളിനുള്ളിൽ നമുക്ക് എന്ത് നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാം? ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നു. പിന്നെ ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഫ്ലോട്ട് അല്ലെങ്കിൽ ഡബിൾ നമുക്ക് പ്രോഗ്രാമിൽ യൂസ് ചെയ്യാം. ഡബിൾ യൂസ് ചെയ്യുകയാണെങ്കിൽ 8 ബൈറ്റ്സ് മെമ്മറി സ്പേസ് കിട്ടുന്നു. ഇപ്പോൾ ഡബിൾ എ എന്ന് നമ്മളിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എ എന്ന് പറയുന്ന വേരിയബിൾ അല്ലെങ്കിൽ എ എന്ന് പറയുന്ന ഐഡൻറ്റിഫയറിന് വേണ്ടിയിട്ട് 8 ബൈറ്റ്സ് മെമ്മറി സ്പേസ് അലോക്കേറ്റ് ചെയ്ത് കിട്ടുന്നു. ദെൻ നമുക്ക് ആ എ എന്ന് പറയുന്ന ഐഡൻറ്റിഫയറിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നു? ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാം. അതാണ് ഡബിൾ ഡാറ്റ ടൈപ്പ്. നെക്സ്റ്റ്, void data type. The void type specifies an empty set of values. It is used as a return type for functions that do not return a value. void data type പ്രത്യേകിച്ചൊരു മെമ്മറി സ്പേസ് ഒന്നും കിട്ടുന്നില്ല. ഇറ്റ് ഈസ് ആൻ എംപ്റ്റി സെറ്റ് ഓഫ് വാല്യൂസ്. ഇതൊരു എംപ്റ്റി സെറ്റ്, നമുക്ക് പ്രത്യേകിച്ചൊന്നും അതിൽ സ്റ്റോർ ചെയ്യാനൊന്നും പറ്റില്ല. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ റിട്ടേൺ ടൈപ്പ് ഫോർ ഫങ്ഷൻസ് ദാറ്റ് ഡു നോട്ട് റിട്ടേൺ എ വാല്യൂ. നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ ഫങ്ഷൻസ് എന്നൊരു ചാപ്റ്റർ നമ്മൾ പഠിക്കും. അപ്പോൾ അതിൽ നമ്മൾ വ്യക്തമായിട്ട് പഠിക്കും എങ്ങനെയാണ് വോയിഡ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. കേട്ടല്ലോ? Next, various statements in a C++ program. Every program begins with a preprocessor directives, that is, hash include statement. It is used to attach the header file into the program. Then there is another statement using namespace for using cin and cout in the program. നമുക്കറിയാം, ഒരു പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഹാഷ് ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഹാഷ് ഇൻക്ലൂഡ് IOStream നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ 11th പഠിച്ചതാണ് അല്ലേ? ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഹാഷ് ഇൻക്ലൂഡ് IOStream ആണ്. അപ്പോൾ എന്താണ് ഹാഷ് ഇൻക്ലൂഡ്? ഹാഷ് ഇൻക്ലൂഡ് നമ്മൾ പറയുന്ന പേരാണ് പ്രീ പ്രൊസസ്സർ ഡയറക്റ്റീവ്സ്. ദെൻ IOStream എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ നമ്മൾ എഴുതുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അങ്ങനെ ഒരു ലൈൻ പറയുമ്പോൾ ഹാഷ് ഇൻക്ലൂഡ് IOStream എന്നാണ് പറയുക. അപ്പോൾ ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു അറ്റാച്ച് ദ ഹെഡർ ഫയൽ ഇൻ ടു ദി പ്രോഗ്രാം. IOStream എന്ന് പറയുന്ന ഫയൽ എന്താണ്? C++ൻ്റെ മെയിൻ ആയിട്ടുള്ള ഹെഡർ ഫയലാണ് IOStream, ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീം ഫയൽ. നമ്മുടെ സോഫ്റ്റ്വെയറിൽ അത് എംബഡ് ചെയ്തിട്ടുണ്ട്, സ്റ്റോർ ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഹെഡർ ഫയൽ നമ്മുടെ പ്രോഗ്രാം, നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം ഏതാണോ അതുമായിട്ട് ലിങ്ക് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ഹാഷ് ഇൻക്ലൂഡ്. ഓക്കെ, നെക്സ്റ്റ് അതുപോലെ വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മളെ തൊട്ട് താഴെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് യൂസിങ് നെയിം സ്പേസ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. അത് യൂസ് ചെയ്യണം നമ്മൾ മസ്റ്റായിട്ടും. അത് യൂസ് ചെയ്താലാണ് നമുക്ക് പ്രോഗ്രാമിൽ സിന്നും COUട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. Then the main function appears. It is an essential function in a C++ program where the program execution starts and ends. അതായത് നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്ന ഫങ്ഷനാണ് മെയിൻ ഫങ്ഷൻ. നമുക്കറിയാം, മെയിൻ ഇട്ടിട്ട് നിങ്ങൾ ബ്രാക്കറ്റ്സ് ഇടും അല്ലേ? അത് പ്രോഗ്രാമിൽ മസ്റ്റായിട്ട് നമ്മൾ കൊടുത്തിരിക്കണം. അവിടെ നിന്നാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രോഗ്രാം എഴുതി കൊടുക്കുക. ബ്രാക്കറ്റ്സ് കഴിഞ്ഞ ശേഷമാണ് പ്രോഗ്രാം എഴുതി കൊടുക്കുക. അവിടെ നിന്നാണ് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രോഗ്രാം മൊത്തം എഴുതി നമ്മൾ സേവ് ചെയ്ത് നമ്മൾ കമ്പൈൽ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓരോ ലൈൻ ബൈ ലൈനായിട്ട് അതിനെ കൺവേർട്ട് ചെയ്ത് മെഷീൻ കോഡിലോട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടണം അല്ലേ? അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് മെയിൻ ഫങ്ഷനിൽ നിന്നാണ്. നെക്സ്റ്റ്, ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. Variables are identifiers of memory locations and are used in programs to refer to data. They should be declared to use in the program and data types are required for this. അതായത് എന്താണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്? മെയിൻ ഫങ്ഷന് തൊട്ട് താഴെ നമ്മൾ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ പ്രോഗ്രാമിനകത്ത് ഏതൊക്കെ വേരിയബിൾസ് യൂസ് ചെയ്യുന്നുണ്ടോ അതൊക്കെ നമ്മൾ ഡാറ്റ ടൈപ്പ് വെച്ചിട്ട് ഡിക്ലെയർ ചെയ്യണം. എന്താണ് ഡാറ്റ ടൈപ്പ്? നമുക്കറിയാം, ഇൻറ്റ്, ചാർ, ഫ്ലോട്ട്, ഡബിൾ, വോയിഡ്.
ഈ ഏതെങ്കിലും ഒരു ഡാറ്റ വേർഡ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല, പക്ഷേ ബാക്കി 4 നമുക്ക് യൂസ് ചെയ്തിട്ട് വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ അതിനെയാണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കൂ, ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ എക്സാമ്പിൾസ് ഫോർ വേരിയബിൾ ഡിക്ലറേഷൻ. എന്താണ് പറയുന്നത്? താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായത് ഇൻഡ് n, സം. ഇവിടെ ഫസ്റ്റ് എക്സാമ്പിൾ ആണ് ഇൻഡ് n, സം. അപ്പോൾ അവിടെ എന്നും സമ്മും വേരിയബിൾസ് ആണ്. അത് ഏത് ഡാറ്റ ടൈപ്പ് വെച്ചിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്? ഇൻറ്റ് ഡാറ്റ ടൈപ്പ്. സോ അവിടെ എന്താ സംഭവിക്കുന്നത്? എന്നും സം എന്ന് പറയുന്ന 2 വേരിയബിൾസിന് വേണ്ടിയിട്ട് 4 ബൈറ്റ്സ് വെച്ചിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നു. 4 ബൈറ്റ്സ് വെച്ചിട്ട് എന്നിനും അലോക്കേറ്റ് ചെയ്യുന്നു, സമ്മിനും അലോക്കേറ്റ് ചെയ്യുന്നു. ദെൻ ഫ്ലോട്ട്, റാഡ് ആൻഡ് ഏരിയ. ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിൽ റാഡ് ആൻഡ് ഏരിയ എന്ന് പറയുന്ന 2 വേരിയബിൾസിനെ കൂടെ നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിൽ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ റാഡ് ആൻഡ് ഏരിയ എന്ന് പറയുന്ന ഈ 2 വേരിയബിൾസിലും നമുക്ക് പോയിന്റർ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നു. അതിനാണല്ലോ ഫ്ലോട്ട് ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ഇൻഡ് ടൈപ്പിൽ നമ്മൾ പറഞ്ഞു ആദ്യത്തെ എക്സാമ്പിൾ, അതായത് എന്നിനകത്ത് നമുക്ക് നമ്പർ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നു, സമ്മിനകത്ത് നമ്മൾക്ക് നമ്പർ സ്റ്റോർ ചെയ്യാൻ പറ്റും. കാരണം ഇൻഡ് n, സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിന് വേണ്ടിയിട്ട് 4 ബൈറ്റ് കിട്ടുന്നു, സമ്മിന് വേണ്ടിയിട്ടും എന്ന് പറയുന്ന വേരിയബിളിന് വേണ്ടി 4 ബൈറ്റ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നു. ആ 2 വേരിയബിൾസിനുള്ളിൽ നമുക്ക് ആ 2 മെമ്മറി ലൊക്കേഷൻസിൽ നമുക്ക് വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നു. ഈ ഫ്ലോട്ട് വെച്ച് വേറെ 2 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. അതാണ് ജസ്റ്റ് എക്സാമ്പിൾ ആണ് റാഡ് ആൻഡ് ഏരിയ. റാഡിൽ നമുക്ക് 4 ബൈറ്റ് കിട്ടും, ഏരിയയിൽ നമുക്കറിയാം ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പാണ് ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ്. അപ്പോൾ അതിനുവേണ്ടി 2 വേരിയബിൾസ് യൂസ് ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഈസ് റാഡ് ആൻഡ് ഏരിയ. റാഡിൽ നമുക്ക് 4 ബൈറ്റ് കിട്ടുന്നു, ഏരിയയിലും 4 ബൈറ്റ് കിട്ടുന്നു. നമുക്ക് അതിന് രണ്ടിനകത്തും വാല്യൂസ് സ്റ്റോർ ചെയ്യാനും പറ്റുന്നു. വാല്യൂസ് ക്യാൻ ബി പ്രൊവൈഡഡ് ടു ദ വേരിയബിൾസ് അലോങ് വിത്ത് ദ ഡിക്ലറേഷൻ. ഇൻഡ് n is equal to 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 എന്ന് പറയുന്ന വാല്യൂ ഏതിൽ സ്റ്റോർ ചെയ്യുന്നു? n എന്ന് പറയുന്ന നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുള്ള n എന്ന് പറയുന്ന ആ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. ദിസ് ഇസ് നോൺ ആസ് വേരിയബിൾ ഇനിഷ്യലൈസേഷൻ. ഇങ്ങനെ വാല്യൂ സ്റ്റോർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേരിയബിൾ ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ്. C++ provides the operator called extraction operator to or get from operator. C++ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റർ ആണ് get from operator. It is a binary operator and it requires 2 operands. എക്സാമ്പിൾ നോക്കൂ, C in RAD എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് റാഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുള്ള വേരിയബിളിലുള്ളോട്ട് നമുക്ക് വാല്യൂസ് കീബോർഡ് വഴി എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും. കീബോർഡ് വഴി നമ്മളൊരു 10.5 ഇൻപുട്ട് ചെയ്ത് കൊടുത്താൽ അത് സീൻ ഓപ്പറേറ്റർ റാഡിന് വേണ്ടി ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുള്ള മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ കീബോർഡ് വഴി നമ്മൾ ഇൻപുട്ട് ചെയ്ത് കഴിയുമ്പോൾ, ഡാറ്റാസിനെ ഇൻപുട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് ഏത് സീനിൻ്റെ കൂടെ ഏത് വേരിയബിളാണോ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആ വേരിയബിളിൻ്റെ ഉള്ളിൽ മെമ്മറിയിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നു. So that is an input statement. Next, output statement. To perform output operation, C++ gives the operator called insertion operator to put to operator. It is also a binary operator. നോക്കൂ, cout hello. Cout സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കാണണം. നമ്മുടെ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഔട്ട്പുട്ട് വിൻഡോ വരും. അപ്പോൾ അതിനകത്ത് വരുന്ന ഔട്ട്പുട്ടുകൾ ഏത് സ്റ്റേറ്റ്മെൻറ്റിനുള്ളിൽ കൊടുക്കുമ്പോഴാണ് വരുന്നത്? Cout സ്റ്റേറ്റ്മെൻറ്റിനുള്ളിൽ കൊടുക്കുമ്പോഴാണ് ഔട്ട്പുട്ട് വരുന്നത്. ഇവിടെ Cout ഡബിൾ കോട്ട്സിൽ നമ്മൾ ഹലോ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹലോ എന്നുള്ളത് അതേപോലെ ഡിസ്പ്ലേ ചെയ്യും. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ, Cout ഏരിയ. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയയുടെ ഉള്ളിലുള്ള കണ്ടന്റ് ആണ് അവിടെ ഡിസ്പ്ലേ ചെയ്യുക. ഓക്കെ, ഏരിയയുടെ ഉള്ളിലുള്ള കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യുന്നു. നെക്സ്റ്റ് Cout 25 എന്ന് പറയുമ്പോൾ 25 അതേപോലെ തന്നെ ഡിസ്പ്ലേ ചെയ്യും. നെക്സ്റ്റ്, അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്. A specific data is stored in memory locations using assignment operator. അതായത് അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ഓപ്പറേറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇവിടെ n എന്ന് പറയുന്ന വേരിയബിളിനകത്ത് 253 സ്റ്റോർ ചെയ്യുന്നു. അതുപോലെ ഏരിയ എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 3.14 സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ അസൈൻമെന്റ് ഓപ്പറേറ്റർ വെച്ചിട്ട് നമുക്ക് വേരിയബിൾസിനുള്ളിൽ ഈ ഡാറ്റാസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി യൂസ് ചെയ്തതാണ് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ്,
There are special assignment operators called arithmetic assignment operators. അതായത് അരിത്തമെറ്റിക് ഓപ്പറേറ്ററും അസൈൻമെന്റ് ഓപ്പറേറ്ററും ഒരുമിച്ച് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അരിത്തമെറ്റിക് അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, n+=2, ദാറ്റ് ഈസ് അതിനെ ശരിക്കും നമ്മൾ എഴുതുമ്പോൾ n=n+2 എന്നാണ് എഴുതുക. അപ്പം അതിൻ്റെ ഷോർട്ട് ഫോം മെത്തേഡാണ് n+=2. അപ്പോൾ ഷോർട്ട് ഫോം മെത്തേഡ് നമുക്ക് ഇതേപോലെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യാം. അതിൻ്റെ ഈക്വൽ ടു എന്ന് തന്നെയാണ് n=n+2 തന്നെയാണ് മീൻ ചെയ്യുന്നത്. ദെൻ a=b, ദാറ്റ് ഈസ് a=a×b ഷോർട്ട് ഫോം ആണ് a=b. അതുപോലെ തന്നെ സം -=n-10, അത് ലിബറലായി എഴുതുമ്പോൾ സം സം -n-10. അപ്പോൾ ഇങ്ങനെ അരിത്തമെറ്റിക് ഓപ്പറേറ്ററും അസൈൻമെന്റ് ഓപ്പറേറ്ററും കൂടെ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് C++ സ്റ്റേറ്റ്മെന്റിൽ. അതിനെയാണ് അരിത്തമെറ്റിക് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, for today, study well, prepare the notes. In this Sunday, I will conduct an online exam for this session. Thank you. Have a nice day.